എൻ്റെ മോളെല്ലാവരും സഹായിക്കുന്നുണ്ട്. എൻ്റെ ഓപ്പറേഷൻ രക്ഷപ്പെട്ട് കൂടുതൽ വൈകല്യം വന്ന ജീവിച്ചിരിക്കില്ല. ഈ മാലാഖ നമ്മളോട് വിതുമ്പിക്കൊണ്ട് പറയുന്നത്, കൂടുതൽ ശാരീരിക വൈകല്യം വന്നാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല ഇക്ക, എന്നെ എല്ലാവരും ഒന്ന് സഹായിക്കണേ എന്നാണ്. ഒരുപാട് ജീവിത സ്വപ്നങ്ങളോടെ ജീവിച്ച ഈ 16 വയസ്സ് മാത്രം പ്രായമുള്ള മാലാഖ ഇന്ന് വല്ലാത്തൊരു സങ്കടകരമായ അവസ്ഥയിലാണ്. നിങ്ങളെല്ലാവരും ഈ മാലാഖയെ സഹായിച്ചില്ലെങ്കിൽ ഈ മാലാഖയുടെ ജീവിതം പിന്നീട് പൂർണ്ണമായ വൈകല്യങ്ങളിലേക്ക് പോയി മാറും. 8ാമത്തെ വയസ്സിലാണ് നട്ടെല്ല് വളഞ്ഞു പോകുന്ന രൂപത്തിലുള്ള ഒരു മാരക അസുഖം ഈ മാലാഖക്ക് കണ്ടു തുടങ്ങിയത്. 12ാമത്തെ വയസ്സിൽ ഒരു സർജറി നടത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ 16ാമത്തെ വയസ്സാകുമ്പോൾ ശരീരം പൂർണ്ണമായും വളഞ്ഞു പോകുന്ന ഒരവസ്ഥയിലേക്കായി മാറുകയാണ്. വളരെ എമർജൻസിയായി നട്ടെല്ലിന്റെ ഭാഗത്ത് ഒരു സർജറി നടത്തി അത് പൂർണ്ണ രൂപത്തിലേക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ ഈ മാലാഖ പിന്നീട് പൂർണ്ണ വൈകല്യത്തിലേക്ക് എത്തിമാറാനുള്ള സാഹചര്യം കൂടുതലാണ്. അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നുള്ള പ്രാർത്ഥനയിലാണ്. എത്രയും എമർജൻസിയായി സർജറി നടത്തണം. സർജറിക്ക് ഈ ഹോസ്പിറ്റലിൽ നിന്ന് അറിയിച്ചിട്ടുള്ളത് 10 ലക്ഷം രൂപയോളം ചെലവ് വരുമെന്നാണ്. വളരെ പ്രയാസം അനുഭവിക്കുന്ന, വളരെയധികം പ്രതിസന്ധിയിലുള്ള ഈ കുടുംബത്തിനോ ഈ നാട്ടുകാർക്കോ ഈ ഒരു തുക കണ്ടെത്താനുള്ള യാതൊരു സാഹചര്യവും ഇല്ലാത്തത് കൊണ്ടാണ് അവസാന പ്രതീക്ഷയിൽ ലോകമെമ്പാടുമുള്ള മലയാളി സൗഹൃദങ്ങളുടെ മുന്നിലേക്ക് ഈ ഒരു സങ്കടം എത്തിച്ചുകൊണ്ട് ഒരു സഹായം അഭ്യർത്ഥിക്കുന്നത്. ഈ ഒരു സഹായ അഭ്യർത്ഥന നിങ്ങൾ ആരും കാണാതെയും കേൾക്കാതെയും മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാതെയും പോകരുത് പ്രിയപ്പെട്ടവരെ. അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. അമർഷാനാണ്. പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ ഉള്ളത് മംഗലാപുരം തേജസ്വിനി ഹോസ്പിറ്റലിലെ കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം താമസിക്കുന്ന മസൂഫ എന്ന് പറയുന്ന 16 വയസ്സ് മാത്രം പ്രായമുള്ള സഹോദരിയുടെ വളരെ വേദനാർഹമായ സങ്കടം നിങ്ങളുടെ മുന്നിൽ പറയാനും ഒരു സഹായം അഭ്യർത്ഥിക്കാനുമാണ്. പ്രിയമുള്ളവരെ, അമർഷാൻ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ വ്യത്യസ്തമായ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലിപ്പോൾ അവസാനമായി അവർ ഏറ്റെടുത്തത് മഞ്ചേശ്വരത്തെ ഒരു കുട്ടിയുടെ സർജറിയാണ്. നട്ടലിന് വളവ് വന്ന ആ കുട്ടിയുടെ സർജറിക്ക് വേണ്ടി വലിയൊരു സാമ്പത്തിക സഹായം ആവശ്യമാണ്. കഴിയുന്ന ಎಲ್ಲವരും നല്ല ಸಹಾಯ ചെയ്തു കൊടുക്കുക. ಅಲ್ಲಾಹ್ ಕಬೂಲಾಕಟ್ಟೆ. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ ವರಹಮತುಲ್ಲಾಹ್. ಗೌರವಾನ್ವಿತ ಸಮಾಜದ ಎಲ್ಲ ಸಮುದಾಯದ ಪ್ರೇಮಿಗಳೊಂದಿಗೆ ಮಂಜೇಶ್ವರದ ಹಕೀಂ ಎಂಬವರ ಮಗಳು 16 ವರ್ಷದ ಪ್ರಾಯದ ಮಗಳಿಗೆ ಚಿಕಿತ್ಸೆಗೆ ಬೇಕಾಗಿ ಅಮರ್ಶಾನ್ ಫೌಂಡೇಶನ್ನವರು ಸೋಷಿಯಲ್ ನೆಟ್ವರ್ಕ್ ಮುಖಾಂತರ ಸಹಾಯವನ್ನು ಕೇಳ್ತಾ ಇದ್ದಾರೆ. ಎಲ್ಲ ಸಹಾಯಾರ್ಥಿಗಳು, ಎಲ್ಲ ದಾನಿಗಳು ಈ ಮಗುವಿನ ಚಿಕಿತ್ಸೆಗೆ ಬೇಕಾಗಿ ಅಮರ್ಶಾನ್ ಫೌಂಡೇಶನ್ಗೆ ಸಹಾಯ ಮಾಡಬೇಕಾಗಿ ಜಮಾತಿನ ಮೂಲಕ ತಮ್ಮಲ್ಲಿ ನಾನು ಎಲ್ಲರೊಂದಿಗೆ ಬೇಡಿಕೊಳ್ಳುತ್ತಿದ್ದೇನೆ. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ ವರಹಮತುಲ್ಲಾಹ್. ಅಮರ್ಶಾನ್ ಫೌಂಡೇಶನ್ ಹಲವು ಚಾರಿಟಿ ಕಾರ್ಯಕ್ರಮಗಳನ್ನು ಕೈಗೊಳ್ಳುತ್ತಿದ್ದು ಅದನ್ನು ಯಶಸ್ವಿಯಾಗಿ ನಡೆಸ್ತಾ ಇದ್ದಾರೆ. ಈಗ ಅವರು ವಹಿಸಿಕೊಂಡ ಜವಾಬ್ದಾರಿ ಮಂಜೇಶ್ವರದ ಹಕೀಂ ಎಂಬರ ಮಗಳ ಒಂದು ಚಿಕಿತ್ಸೆಗಾಗಿ ಆಗಿರ್ತದೆ. ಬೆನ್ನೆಲುಬು ಬೆಂಡಾಗಿರುವ ಅವಳ ಶಸ್ತ್ರಚಿಕಿತ್ಸೆಗೆ ಹಲವಾರು ದೊಡ್ಡ ಮೊತ್ತದ ಒಂದು ಸಹಾಯ ಅಗತ್ಯವಿದೆ. ಆದ್ದರಿಂದ ಅಮರ್ಶಾನ್ ಫೌಂಡೇಶನ್ ಹಣ ಸಂಗ್ರಹ ಮಾಡುತ್ತಾ ಇದೆ. ಅವರಿಗೆ ಉದಾರ ದಾನಿಗಳು ಒಳ್ಳೆಯ ರೀತಿಯಲ್ಲಿ ಸಹಾಯ ಮಾಡಬೇಕಾಗಿ ವಿನಂತಿಸಿಕೊಳ್ತೇನೆ. ಕುಳ್ಳಾಳ ಜಮಾಅತ್ ವತಿಯಿಂದ ಜನರಲ್ ಸೆಕ್ರೆಟರಿ ಶಿಹಾಬುದ್ದೀನ್ ಸಖಾಫಿ. ಬಿಸ್ಮಿಲ್ಲಾಹಿರ್ ರಹ್ಮಾನಿರ್ ರಹೀಮ್. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, മഞ്ചേശ്വരം ഹൊസബട്ട് ജമാഅത്തിൽപ്പെട്ട മഷ്റൂഫ എന്ന് പറയുന്ന കേവലം 16 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറിയ പെൺകുട്ടി വലിയൊരു രോഗത്തിനടിമപ്പെട്ട് ചികിത്സയിലാണെന്ന് നമുക്കൊക്കെ അറിയാം. നട്ടെല്ല് വളഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട പെൺകുട്ടിയുടെ ആ ഒരു നട്ടെല്ല് ഓപ്പറേഷൻ ചെയ്ത് നമുക്കത് നേരെയാക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹൊസബട്ട് ജമാഅത്തിന്റെ അധീനത്തിൽപ്പെട്ട ഹക്കീമിന്റെ മകൾ മസൂഫ എന്ന 16 വയസ്സുള്ള കുട്ടിക്ക് നട്ടെല്ല് വളച്ചൽ കാരണമായി ഒരു അസുഖത്തിൽപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ കുട്ടിയുടെ രോഗശമനത്തിന് വേണ്ടി എല്ലാവരും സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് എനിക്ക് പറയുവാണ്. എൻ്റെ വാർഡിൽപ്പെട്ട ആളെ എനിക്ക് പറയുവാനുള്ളത്, ഒരു കടലിൽ പോയി ജീവിക്കുന്ന, അന്നന്ന് 50 രൂപയ്ക്ക് ജീവിക്കുന്ന ഒരു കുടുംബങ്ങളാണ്. ഒരു 10 രൂപ മരുന്നിന് പോലും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇല്ലാത്ത ഒരവസ്ഥയാണ് ഈ അവസ്ഥ നിൽക്കുന്നത്. ഏകദേശം 3 മാസത്തോളമായി
മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോവാതെ പ്രയാസപ്പെടുന്നത്. അങ്ങനെയുള്ള ഒരു വിഭാഗമാണ്, ഒരു കുടുംബത്തിൽപ്പെട്ട ഒരാളാണ്. പ്രിയപ്പെട്ടവളായ മസ്റൂഫന്റെ ഈ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കൈകോർക്കാം. എല്ലാവരും സഹകരിക്കണമെന്ന് വിനീതമായി ജമാഅത്തിന്റെ പ്രസിഡന്റായ നിലയ്ക്ക് ഞാൻ അഭ്യർത്ഥിച്ചു. ഈ പൊന്നുമോൾക്ക് ഇൻഷാ അല്ലാഹ് എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കാൻ കുറച്ചും തൗഫീഖ് നൽകട്ടെ. ആമീൻ.